من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് അള്ളാഹു തആല നമ്മെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ആ പ്രവാചകനോട് നമുക്കുള്ള ബാധ്യതകളെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായി ആ പ്രവാചകൻ്റെ സുന്നത്തുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഇഹത്തിലും പരത്തിലും അല്ലാഹു തആല നമുക്ക് നൽകുന്ന ഫായിദകളെക്കുറിച്ച്, സമറാത്തുകളെക്കുറിച്ച്, പ്രതിഫലങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. സൂറത്തു ആലി ഇമ്രാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 2-3 ആയത്തുകളിലൂടെയായി ഈ പരിശുദ്ധമായ ദീനിനെക്കുറിച്ചും ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഈ ദീനിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നതിനെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമല്ലാത്തൊരു മതം ആരെങ്കിലും സ്വീകരിക്കുകയാണെങ്കിൽ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, ആ ആദർശം അല്ലാഹു തആല അവനിൽ നിന്ന് സ്വീകരിക്കുകയില്ല, അവൻ പരലോകത്ത് നഷ്ടക്കാരനായിരിക്കും. അള്ളാഹു മനുഷ്യർക്ക് നൽകിയ മതം അത് ഇസ്ലാമാണ്. ആ ഇസ്ലാമല്ലാത്ത ഏത് മതമാകട്ടെ, ദർശനങ്ങളാകട്ടെ, ആദർശമാകട്ടെ, അത് ആര് സ്വീകരിച്ചാലും അള്ളാഹു അവരിൽ നിന്ന് അത് സ്വീകരിക്കുകയില്ല. നാളെ പരലോകത്ത് അവൻ നഷ്ടക്കാരിൽ പെടുകയും ചെയ്യും. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, കൈഫ യഹ്ദില്ലാഹു ഖൗമൻ കഫറു ബഅദ ഈമാനിഹിം, തങ്ങളുടെ ഈമാനിന് ശേഷം, വിശ്വാസത്തിന് ശേഷം അവിശ്വാസത്തിലേക്ക് പോയ ആളുകളെ അള്ളാഹു എങ്ങനെയാണ് നേർമാർഗത്തിലേക്ക് നയിക്കുക? അവരാകട്ടെ വശഹിദു അന്ന റസൂല ഹഖ്ഖുൻ, അള്ളാഹുവിൻ്റെ റസൂല് സത്യമാണ്, യാഥാർത്ഥ്യമാണെന്നതിന് സാക്ഷ്യം വഹിച്ചവരുമാണവർ. വജാഅഹുമുൽ ബയ്യിനാത്ത്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തവും അള്ളാഹുവിൽ നിന്നുള്ള ബയ്യിനാത്തുകളും അവർക്ക് വന്നെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഈമാനിന് ശേഷം കുഫ്റിലേക്ക് പോയ ആളുകൾ, അവരെ എങ്ങനെയാണ് അള്ളാഹു തആല ഹിദായത്തിലാക്കുക? വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമികളായ ഒരു ജനതയെ അള്ളാഹു തആല ഹിദായത്തിലാക്കുകയില്ല. ഉലൈക ജസാഉഹും അന്ന അലൈഹിം ലഅനത്തുല്ലാഹി വൽ മലായിക, അതിന് അവർക്കുള്ള പ്രതിഫലമെന്ന് പറയുന്നത് അവരുടെ മേൽ അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും വന്നാസി അജ്മഈൻ, മുഴുവൻ മനുഷ്യരുടെയും ശാപം അവരുടെ മേലുണ്ടായിരിക്കും. ഖാലിദീന ഫീഹ, നരകത്തിൽ അവർ ശാശ്വതരായിരിക്കും. ലാ യഖഫഫു അൻഹുമുൽ അദാബു വലാ ഹും യുൻദറൂൻ, ശിക്ഷ അവർക്ക് ലഘൂകരിക്കപ്പെടുകയോ അല്ലെങ്കിൽ അവർക്ക് ശിക്ഷയിൽ നിന്ന് ഒരു ഇളവ് നൽകുകയോ ചെയ്യുകയില്ല. ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക വഅസ്ലഹു ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, എന്നാൽ ഈ കുഫറിന് ശേഷം തൗബ ചെയ്ത് ഈമാനിനെ നന്നാക്കിയ ആളുകളാണെങ്കിൽ അള്ളാഹു അവരുടെ തൗബ സ്വീകരിക്കുകയും അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. കാരണം അള്ളാഹു പാപമോചനം നൽകുന്നവനും കരുണാനിധിയുമാണ് എന്ന് ഈ ആയത്തുകളിലൂടെ സൂചിപ്പിക്കുകയാണ്. ഈ ആയത്ത് ഞാനിവിടെ ഓതാനുള്ള കാരണം, പരിശുദ്ധ ദീന് എന്ന് പറഞ്ഞാൽ അത് പ്രവാചകൻ്റെ സുന്നത്താണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് ഇസ്ലാം ദീൻ. അത് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈമാൻ സ്വീകരിച്ചതിന് ശേഷം, അള്ളാഹുവിൻ്റെ റസൂല് ഹക്കാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അത് സ്വീകരിക്കാതെ, അത് അംഗീകരിക്കാതെ മറ്റു വല്ല ആദർശങ്ങളെയോ പ്രത്യയശാസ്ത്രങ്ങളെയോ സ്വീകരിക്കുകയും പുൽകുകയും ചെയ്യുന്ന ആളുകൾക്കുള്ള
താക്കീതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മരണം വരെ അള്ളാഹുവിൻ്റെ ദീന് കാത്തു സൂക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ സമൂഹത്തിലുണ്ടാകുന്ന എന്തെല്ലാം ഫിത്നകൾ ഉണ്ടായാലും, എന്തെല്ലാം കുഴപ്പങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടാലും എൻ്റെ ദീനിനെ സംരക്ഷിച്ച് എൻ്റെ ആദർശത്തെ നെഞ്ചോട് ചേർത്തു വച്ച് മരണം പുൽകാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ നമ്മൾ തിരിച്ചറിയുകയും ആ പ്രവാചകന്റെ സുന്നത്തിനെ നമ്മുടെ നെഞ്ചോട് ചേർത്തു വെക്കുകയും ചെയ്യണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയും അള്ളാഹുവിൻ്റെ പ്രവാചകനും നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനായ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന പ്രസിദ്ധമായൊരു ഹദീസ് ഉണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്ത് സ്വഹാബികൾക്ക് നൽകിയ ഉപദേശമാണത്. അദ്ദേഹം പറയുകയാണ്, ഒരു ദിവസം സ്വല്ല ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗം, ഞങ്ങളെയും കൊണ്ട് പ്രവാചകൻ ഒരു ദിവസം നമസ്കരിച്ചു. സുമ്മ അഖ്ബല അലൈന, എന്നിട്ട് ഞങ്ങളിലേക്ക് തിരിഞ്ഞു നിന്ന് വവഅദ്നാ മൗഇദതൻ ബലീഗ ദറഫത് മിൻഹൽ ഉയൂൻ വവജിലത് മിൻഹൽ ഖുലൂബ്, ഹൃദയം വിറക്കുന്ന കണ്ണുകൾ ഒഴുകുന്ന ഒരു സംസാരം, ഒരു ഉപദേശം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നൽകുകയുണ്ടായി. അവിടെ നിന്നൊരു സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ് കഅന്ന ഹാദിഹി മൗഇദതു മുവദ്ദിഅ, ഇത് വിട പറയുന്നവൻ്റെ ഒരു ഉപദേശം പോലെയുണ്ടല്ലോ പ്രവാചകരെ, അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങ് ഉപദേശിച്ചാലും ഫമാദാ തഅഹദു ഇലൈന, ഞങ്ങൾക്ക് നൽകാനുള്ള ഉപദേശം എന്താണ്, ഞങ്ങളോടുള്ള വാഗ്ദാനം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നൽകിയ ഉപദേശത്തിൽ കാണാം, ഊസീഖും ബിതഖ്വല്ലാഹ്, അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളും അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങളിലേക്ക് വരാതെ കാത്തു സൂക്ഷിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാനുണ്ടോ അത് നിങ്ങൾ സ്വീകരിക്കണം. എന്നിട്ട് പൊതുവെ ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പ്രവാചകൻ ഓർമ്മപ്പെടുത്തി, വസ്സംഇ വത്വാഅ ഇന്ന അബ്ദൻ ഹബശിയൻ ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, നിങ്ങളുടെ കൂട്ടത്തിൽ നേതാവായി വരുന്നത്, രാജാവായി അധികാരത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നേതൃസ്ഥാനത്തിലേക്ക് വരുന്നത് അതൊരു ഹബശിയായ അടിമയാണെങ്കിലും ആ ഭരണാധികാരിയെ നിങ്ങൾ അംഗീകരിക്കണം, നിങ്ങൾ അയാളെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എൻ്റെ കാലശേഷം മുസ്ലിം ഉമ്മത്തിൽ ഒരുപാട് ഭിന്നതകൾ ഉടലെടുക്കും. ആ ഭിന്നതകളിൽ ഫഅലൈക്കും ബിസുന്നതി വസുന്നതി ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, അവിടെ നിങ്ങൾക്ക് രക്ഷയായിട്ടുള്ളത്, രക്ഷാമാർഗമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ പഠിപ്പിച്ചു തന്നത് പ്രവാചകന്റെ സുന്നത്ത്, ഖുലഫാഉർ റാഷിദുകളുടെ നടപടിക്രമം, അത് പ്രവാചകന്റെ സുന്നത്ത് തന്നെയാണ്. ഇത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കണം. വഅദു അലൈഹാ ബിന്നവാജിദ്, അത് അണപ്പല്ലുകൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കണം. വഇയ്യാകും മുഹ്ദസാത്തിൽ ഉമൂർ ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല, മതത്തിൽ പുതുതായി ഉണ്ടാകുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. മതത്തിൽ പുതുതായി ഉണ്ടാകുന്നതെല്ലാം അത് ളലാലത്താണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ആദർശം, ഇസ്ലാമിൻ്റെ ആദർശം മരണം വരെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഏറ്റവും നിർബന്ധമായിട്ടുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിക്കുകയും ആ സുന്നത്തിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും അതിനെ സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ആ സുന്നത്ത് പ്രവാചകൻ പറഞ്ഞതുപോലെ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കാൻ, ആടിയുലയുന്ന പ്രതിസന്ധികൾ ഉണ്ടായാലും, കൊടുങ്കാറ്റ് പോലെ കാറ്റ് അടിച്ചു വീശുന്ന പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും ആ സുന്നത്ത് കൈവിട്ടു പോകാതിരിക്കാൻ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണമെങ്കിൽ പ്രവാചകന്റെ ഓരോ ശൈലികളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അത്രയും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകും. എന്താണ് ശരി, എന്താണ് തെറ്റ്, ഏതാണ് ശരിയായ ഇസ്ലാമിൻ്റെ പാത എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം ജനങ്ങൾ ആശയക്കുഴപ്പത്തിലാക്കുവാൻ ഇവിടെ സമൂഹത്തിൽ പലരും ഇറങ്ങിത്തിരിക്കും. അവിടെ പ്രവാചകന്റെ സുന്നത്താണ് നമുക്ക് രക്ഷയുടെ മാർഗമായിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ ആ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കാൻ, സുന്നത്തനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അല്ലാഹു തആല നിങ്ങളെ ഹിദായത്തിലേക്ക് നേർവഴി കാണിക്കുമെന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റൊരു റിവായത്തിൽ ഇതേപോലെ തന്നെ പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഇതേ സംഭവത്തിന്റെ വേറെ റിവായത്തുകളിൽ നമുക്ക് കാണാം, തറക്തുക്കും അലൽ ബൈദാ അല്ലെങ്കിൽ അലാ മഹജ്ജത്തിൽ ബൈദാ ലൈലുഹാ കനഹാരിഹാ ലാ യസീഹു അൻഹാ ബഅദി ഇല്ലാ ഹാലിക്. നബി പറയാണ്, നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോകുന്നത് കൂരാക്കൂരിരുട്ടിലല്ല, നിങ്ങൾക്ക് ഹിദായത്തിന്റെ മാർഗം കൃത്യമായി കാണിച്ചു തന്നിട്ടാണ് ഞാൻ നിങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ ഉപേക്ഷിച്ച് അള്ളാഹുവിലേക്ക് യാത്ര പോകുമ്പോൾ ഈ ഉമ്മത്തിൽ ഇട്ടുകൊടുത്തിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അലാ മഹജ്ജത്തിൽ ബൈദാ, തെളിമയാർന്ന പാതയാണ്. ലൈലുഹാ കനഹാരിഹാ, അതിന്റെ രാത്രി പോലും പകലിനെ പോലെ പ്രശോഭിതമാണ്. അതിന്റെ രാത്രി പോലും ജനങ്ങൾക്ക് തപ്പിത്തടയേണ്ട ആവശ്യമില്ല. എന്താണ് ശരി, എന്താണ് തെറ്റി എന്ന് മനസ്സിലാക്കാൻ, എന്താണ് സുന്നത്ത്, എന്താണ് ബിദ്അത്ത്, എന്താണ് ഹിദായത്ത്, എന്താണ് ളലാലത്ത്, എന്താണ് ഹറാമ്, എന്താണ് ഹലാല് എന്ന് മനസ്സിലാക്കാൻ കൂടുതൽ പ്രയാസപ്പെടേണ്ട ആവശ്യമുണ്ടാവുകയില്ല. അതിനു വേണ്ടത് എന്താണ്? അലൈക്കും ബിസുന്നതി, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം, നിങ്ങൾ എൻ്റെ സുന്നത്തനുസരിച്ച് ജീവിക്കണം. എങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥ വഴിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേറെയും ഹദീസുകൾ നമുക്ക് കാണാം, വലിയതിയന്ന അലാ ഉമ്മതി മാ അത അലാ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേലിന് സംഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങളും സംഭവങ്ങളും എൻ്റെ ഉമ്മത്തിലുണ്ടാകും. ഹദുവ അന്നഅൽ ബിന്നഅൽ, ചാണിന് ചാണായി അല്ലെങ്കിൽ കാലിന് കാലായി അവർ അത് പിൻപറ്റുക തന്നെ ചെയ്യും. വഇന്ന ബനി ഇസ്രായീല തഫ്തരിഖത് അല 72 മില്ല, ബനു ഇസ്രായേല് 72 വിഭാഗമായി മാറിയിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഉമ്മത്ത് 73 വിഭാഗമായി മാറും, അതിലെല്ലാവരും നരകത്തിലാണ് ഇല്ലാ മില്ലത വാഹിദ എന്ന് പറഞ്ഞ് നബി പറഞ്ഞത് എന്താണ്? ആരാണ് ഈ മില്ലത്ത് എന്ന് പ്രവാചകന്റെ സ്വഹാബത്ത് പ്രവാചകനോട് ചോദിച്ചപ്പോൾ മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും നിലകൊണ്ട പാത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. സഹോദരങ്ങൾ, ഈ ഹദീസുകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരേ ആശയമാണ്. നബിയുടെ മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നി ഖദ് തറക്തു ഫീകും ഷൈഅൻ ലൻ തദില്ലു ബഅദഹാ കിതാബല്ലാഹി വസുന്നതി വലൻ യതഫറഖാ ഹത്താ യരിദ അലയ്യൽ ഹൗദ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഹൗദിൽ ചെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ നിന്ന് ആ ഹൗദുൽ കൗസറിലെ വെള്ളം കോരിയെടുക്കുന്നത് വരെ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സുന്നത്തനുസരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഹിദായത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും. എന്നാൽ പ്രവാചകന്റെ സുന്നത്തിനെ നമ്മൾ അവഗണിച്ചാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് നമ്മൾ പ്രാധാന്യം നൽകിയിട്ടില്ല എങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വരും. ആദർശപരമായി ഹിദായത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടേക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സുന്നത്തനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ സമ്രത്ത് എന്ന് പറഞ്ഞാൽ ആ പ്രവാചകന്റെ ആദർശം അത് മുറുകെ പിടിച്ച് ജീവിക്കാനും അതിലൂടെ സ്വർഗപ്രവേശനം കരസ്ഥമാക്കാനും സാധിക്കുമെന്നുള്ളതാണ്. ശരിയായ റൂട്ടിലൂടെ സഞ്ചരിക്കാൻ, ശരിയായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ ഏറ്റവും അനിവാര്യമായി ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രവാചകന്റെ സുന്നത്തിനെ ഫോളോ ചെയ്യുക. എന്തൊരു വിഷയം ജീവിതത്തിൽ കടന്നു വന്നാലും എൻ്റെ പ്രവാചകൻ ഈ വിഷയത്തിലെടുത്ത നിലപാടെന്താണ്, പ്രവാചകന്റെ സ്വഹാബത്ത് എങ്ങനെയായിരുന്നു ഇതിനെ നോക്കിക്കണ്ടിരുന്നത് എന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്ത് അതിനനുസരിച്ച് മുന്നോട്ട് പോകാനാണ് നമ്മൾ തയ്യാറാകേണ്ടത്. മഹാനായ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഇങ്ങനെയുള്ള ഹദീസുകളെയൊക്കെ വിശദീകരിക്കുന്നിടത്ത് സുന്നത്തിന്റെ പ്രാധാന്യങ്ങൾ പറയുന്നിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, കാന അയിമ്മത്തുൽ മുസ്ലിമീൻ മിസ്ല മാലികിൻ വഹമ്മാദ് ബിൻ സയ്യിദ് വത്തൗരി വനഹ്വഹും. മഹാന്മാരായ അയിമ്മത്തുൽ മുസ്ലിമീൻ സലഫുകളായിട്ടുള്ള ആളുകൾ ഇമാം മാലിക്കിനെ പോലെ, ഹമ്മാദിബിനെ പോലെ, സൗരി റഹിമഹുമുള്ള അവരെ പോലെയുള്ള ആളുകളൊക്കെ ഇന്നമാ തകല്ലമു ബിമാ ജാഅത് ബിഹിർ റിസാല വഫീഹിൽ ഹുദാ വശിഫാ, അവർ ദീനിന്റെ കാര്യം സംസാരിക്കുന്നത് ഖുർആനും സുന്നത്തനുസരിച്ച് മാത്രമായിരുന്നു. അതിലാണ് ജനങ്ങൾക്ക് ഹിദായത്തുള്ളത്, അതിലാണ് ജനങ്ങൾക്ക് ശമനമുള്ളത്. എന്നാൽ ഇന്ന് ചില ആളുകൾ അവർക്ക് തോന്നിയതുപോലെ ദീനിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു.
ഈ സംസാരമാണ് ഹാദാ സബബു ളുഹൂരിൽ ബിദ്അ. ഇതാണ് ബിദ്അത്ത് ഈ ഉമ്മത്തിൽ കടന്നു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ പൂർവികരായ ആളുകൾ പറയും അൽ ഇഅ്തിസാമു ബിസ്സുന്ന നജാത്തുൻ. ആരാണോ സുന്നത്തനുസരിച്ച് ജീവിക്കുന്നത് അവർക്കാണ് രക്ഷയുള്ളത്. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞ സംഭവം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്ക് പ്രസിദ്ധമാണ്. അസ്സുന്ന മിസ്ല സഫീനതി നൂഹിൻ മൻ റകിബഹാ നജാ വമൻ തഖല്ലഫ അൻഹാ ഹലക. നൂഹ് നബിയുടെ കപ്പലിനെ പോലെയാണ് പ്രവാചകന്റെ സുന്നത്ത്. നമുക്കറിയാം നൂഹ് നബിയുടെ ചരിത്രം. ആ കപ്പലിൽ അന്ന് ആർക്ക് കയറാൻ സാധിച്ചോ അവർ മാത്രമാണ് ഭൂലോകത്ത് പിന്നെ രക്ഷപ്പെട്ടത്. ആ കപ്പലിൽ കയറാത്തവരെല്ലാം ആ പ്രളയത്തിൽ മുങ്ങി നശിക്കുകയുണ്ടായി. ഇതുപോലെ പ്രവാചകന്റെ സുന്നത്ത് നൂഹ് നബിയുടെ കപ്പലിനെ പോലെയാണ്. ആ സുന്നത്തിൽ ആര് കയറി നിൽക്കുന്നുവോ, ആ സുന്നത്തിനെ ആര് മുറുകെ പിടിക്കുന്നുവോ അവർക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അല്ലാത്തവർ ഈ പ്രളയത്തിൽ മുങ്ങി നശിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സമൂഹത്തിൽ ഒരുപാട് കുഴപ്പങ്ങൾ ഇപ്പോൾ തന്നെയുണ്ട്. ഈ കുഴപ്പങ്ങൾ തീരുകയല്ല ഉണ്ടാകുക, കുഴപ്പങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. ഫിത്നകളും കക്ഷിത്വങ്ങളും അതുപോലെ തന്നെ ആദർശപരമായ വ്യതിയാനങ്ങളും സമൂഹത്തിൽ ഇഷ്ടം പോലെ കടന്നു വരും. ആ വ്യതിയാനങ്ങളിലും ആ പ്രതിസന്ധികളിലും നമ്മുടെ ആദർശത്തെ മുറുകെ പിടിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സുന്നത്തിനെ സ്നേഹിക്കുന്നവരായി അത് ഫോളോ ചെയ്യുന്നവരായി നമ്മൾ മാറണം. സർവമത സത്യവാദം എന്ന പേരിലും ലിബറലിസം എന്ന പേരിലും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്നത് പോലെ പുതിയ പുതിയ ആദർശങ്ങൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് നല്ലതായി തോന്നുന്ന പലതും നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ ഇന്ന് സമൂഹത്തിൽ ധാരാളം ആളുകൾ ഉണ്ടാകും. ഇസ്ലാം ഉപേക്ഷിച്ചു പോകുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിൽ നമ്മുടെ നാടുകളിൽ ചെറുപ്പക്കാരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തുകൊണ്ട്? അവർക്ക് ഇസ്ലാമിനെ പറ്റിയുള്ള ബോധം ചെറുപ്പത്തിലേ നൽകിയില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സുന്നത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകൾ പഠിപ്പിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മരണം വരെ ഈ ദീനനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സുന്നത്തിന് പ്രാധാന്യം നൽകുകയും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സുന്നത്തനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ പ്രവാചകന്റെ കൂടെയാണ് നമുക്ക് സ്ഥാനമുള്ളത്. പ്രവാചകന്റെ സുന്നത്തിനോട് വിമുഖത കാണിക്കുന്നവൻ പ്രവാചകനിൽ നിന്ന് അകലുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാവുന്ന സംഭവമുണ്ടല്ലോ, പ്രവാചകന്റെ വീട്ടിലേക്ക് 3 ആളുകൾ കയറി വന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തിനെ കുറിച്ച് അവർ അന്വേഷിച്ചു. മഹദി ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തിനെ കുറിച്ച് അവർ പറഞ്ഞു കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് ഐന നഹ്നു മിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ഗഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. നമ്മളും പ്രവാചകനും എവിടെയാണ്? പ്രവാചകന് വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതുമായ പാപങ്ങൾ പൊറുക്കപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ ചെയ്തതിൽ മേൽ നിർത്തൽ നമുക്ക് മതിയാകുന്നതല്ല. അതുകൊണ്ട് അതിൽ ഒരാൾ പറഞ്ഞു ഇന്നി ഉസല്ലി ലൈല അബദൻ, ഇനി എല്ലാ രാത്രിയും ഞാൻ നമസ്കരിക്കും. രണ്ടാമൻ പറഞ്ഞു അനാ അസൂമുദ്ദഹറ വലാ അഫ്തിർ, ഞാൻ എന്നും എനിക്ക് നോമ്പാണ്, നോമ്പില്ലാത്ത ദിവസം ഉണ്ടാവുകയില്ല. മൂന്നാമത്തെ ആൾ പറഞ്ഞു ഞാൻ സ്ത്രീകളിൽ നിന്ന് മാറി നിൽക്കും, ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കുകയില്ല. ഇബാദത്തുകൾ മുഴുകാൻ വേണ്ടി അവർ പറഞ്ഞ വാക്കുകളാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞ് അവരെ വിളിച്ചിട്ട് അവരോട് നബി പറഞ്ഞ ചില വാക്കുകളുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വല്ലാഹി ഇന്നി ലഅഖ്ശാകും ലില്ലാഹ് വഅത്ഖാകും ലഹു ലകിന്നി അസൂമു വഅഫ്തിർ വഉസല്ലി വഅർഖുദ് വഅതസവ്വജു നിസാഅ ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. നിങ്ങളെക്കാൾ അള്ളാഹുവിനെ പേടിക്കുന്നവനാണ് ഞാൻ, നിങ്ങളെക്കാൾ അള്ളാഹുവിനോട് തഖ്വയോടുകൂടി ജീവിക്കുന്നവനാണ് ഞാൻ. നോമ്പ് നോൽക്കാറുണ്ട്, നോമ്പ് ഉപേക്ഷിക്കുന്ന ദിവസം എൻ്റെ ജീവിതത്തിലുണ്ട്, നമസ്കരിക്കാറുണ്ട്, കിടന്നുറങ്ങാറുണ്ട്, ഞാൻ വിവാഹം കഴിച്ചിട്ടുമുണ്ട്. എന്നിട്ട് നബി പറഞ്ഞു ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എൻ്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടാത്തവൻ എന്നിൽപ്പെട്ടവനല്ല. അഥവാ നോമ്പ് നോൽക്കലും നോമ്പ് ഉപേക്ഷിക്കലും കല്യാണം കഴിക്കലും ഇബാദത്തിൽ മുഴുകലും രാത്രി നമസ്കരിക്കലും ഉറങ്ങലും ഇതെല്ലാം നബിയുടെ സുന്നത്താണ്. നമുക്ക് തോന്നിയതുപോലെ ദീനിൽ പ്രവർത്തിക്കലല്ല. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ ഇഷ്ടം പോലെയല്ല ഇബാദത്തുകൾ നിർവഹിക്കേണ്ടത്. എല്ലായിടത്തും പ്രവാചകന്റെ സുന്നത്തിനെ ഫോളോ ചെയ്യണം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാണ് പറഞ്ഞത്? തിന്മ ചെയ്ത ആളുകളോടല്ല, ഹറാമുകൾ ചെയ്യുമെന്ന് പറഞ്ഞവരോടല്ല. ഒരുപാട് നന്മകൾ ചെയ്യാൻ വേണ്ടി, ഒരുപാട് ഇബാദത്തുകൾ അധികരിപ്പിക്കാൻ വേണ്ടി അവർക്ക് തോന്നിയ ഒരു ആശയം അവർ പ്രഖ്യാപിച്ചതാണ്.
പക്ഷെ നബി അവരോട് പറഞ്ഞത് ഫമൻ റഗിബ അൻ സുന്നതി, എൻ്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടാത്തവരെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെടുന്നവർ പ്രവാചകന്റെ കൂടെയാണ്, അല്ലാത്തവർ ഫലൈസ മിന്നി, എന്നിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആളുകളിലായിരിക്കും നമ്മൾ ഉൾപ്പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു നേരെയുള്ളൊരു വര വരച്ചു. ഖത്തലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖത്തൻ, ഒരു വര വരച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് സുമ്മ ഫഖാല ഹാദാ സബീലുല്ലാഹ്, ഇതാണ് അല്ലാഹുവിൻ്റെ മാർഗം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ വലത്തും ഇടത്തുമായി വ്യത്യസ്തമായ ചെറിയ ചെറിയ രേഖകൾ, ചെറിയ വരകൾ വരച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹാദാ സബീലി അശാറ ഇലൽ ഖത്തി ത്വവീൽ, നീണ്ടു നിൽക്കുന്ന നേരെയുള്ള പാതയിലേക്ക് ചൂണ്ടി, ആ വരയിലേക്ക് ചൂണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇതാകുന്നു എൻ്റെ മാർഗം. ഹാദാ സബീലി വഹാദിഹി സുബുലുൻ അലാ കുല്ലി സബീലിൻ മിൻഹ ശൈത്താൻ, അലാ കുല്ലി സബീലിൻ മിൻഹ ശൈത്താൻ യദ്ഉ ഇലൈഹി സുമ്മ തലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ നേരെ നിൽക്കുന്ന നീണ്ടു നിൽക്കുന്ന ഈ പാതയാണ് എൻ്റെ മാർഗം. എന്നാൽ അതിൻ്റെ ഇടത്തും വലത്തുമായി നബി വരച്ച പാതകളെ ചൂണ്ടിയിട്ട് ഇത് ശൈത്താനിൻ്റെ പാതയാണ്, അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്ന ആളുകൾ ദാഇമാർ, വലാലത്തിലേക്ക് ക്ഷണിക്കുന്ന ദാഇമാർ ഉണ്ടായിരിക്കും. എന്നിട്ട് നബി പറഞ്ഞു അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, പരിശുദ്ധ ഖുർആനിൽ ആയത്ത് ഓതുകയാണ്, ഇതാണ് എൻ്റെ ചൊവ്വായ പാത, ഫത്തബിഉ, നിങ്ങൾ അതിനെ പിന്തുടരണം. വലാ തത്തബിഉസ് സുബുൽ, മറ്റു മാർഗങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്യരുത്. ഫതഫറഖ ബികും അൻ സബീലി ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, അങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്താൽ ഫതഫറഖ ബികും അൻ സബീലിഹി, ശരിയായ മാർഗത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു പോകും. ഇതാണ് നിങ്ങൾക്ക് ഞാൻ നൽകുന്ന ഉപദേശം, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരായേക്കാം. അപ്പോൾ ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരിയായ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സുന്നത്തിൻ്റെ മാർഗമാണ് കാണിച്ചു തരുന്നത്. നേരെയായ നീണ്ടു നിൽക്കുന്ന പാതയാണ്. ആ പാതയിലൂടെ മരണം വരെ സഞ്ചരിക്കാൻ നമുക്ക് പറ്റണം. ചില ആളുകളുണ്ട് ആ പാതയിലൂടെ ആ പകുതി വരെ ചിലപ്പോൾ സഞ്ചരിക്കാൻ ആളുകൾക്ക് പറ്റിയേക്കാം. ആ പകുതിയിൽ വെച്ചും അതിൻ്റെ അവസാനം വരെ ഇടത്തോട്ടും വലത്തോട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരകൾ വരച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ദലാലത്തിലേക്ക് ക്ഷണിക്കുന്ന, ബിദ്അത്തിലേക്ക് ക്ഷണിക്കുന്ന, ഹറാമിലേക്കും ശിർക്കിലേക്കും ക്ഷണിക്കുന്ന ദാഇമാരുണ്ട്. അവരെ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം. അവരെ സൂക്ഷിക്കാൻ നമ്മുടെ കയ്യിലുള്ള മാർഗമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ആയുധമെന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ സുന്നത്താണ്. അതാണ് നബി അദ്ദു അലൈഹാ ബിൻ നവാജിദ്, അണപ്പല്ലുകൊണ്ട് നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മുന്നറിയിപ്പ് നൽകിയത് അതാണ്. അതുകൊണ്ട് പ്രവാചകന്റെ സുന്നത്ത് പഠിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. പ്രവാചകന്റെ സുന്നത്തുകളെ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസിൽ കാണാം, നദ്ദറല്ലാഹു റഅൻ സമിഅ മിന്നാ ശൈഅൻ ഫബല്ലഗഹു കമാ സമിഅ. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യനെ ആദരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു. എന്താണ് അയാളുടെ പ്രത്യേകത? അയാൾ എന്നിൽ നിന്ന് ചില ഹദീസുകൾ കേട്ടു, പ്രവാചകനിൽ നിന്ന് ഹദീസുകൾ, പ്രവാചകന്റെ സുന്നത്തുകളെ കേട്ടു. എന്നിട്ട് ചില റിവായത്തിൽ കാണാം അത് അവൻ മനഃപ്പാഠമാക്കി, അത് അവൻ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്ത ആളെ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഒരുപാട് ഫദ്ലുകൾ നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, വആമതു ഹാദിഹി ദ്ദലാലാത്ത് ഇന്നമാ തുറുഖൻ മൻ ലം യഅതസിം ബിൽ കിതാബി വസ്സുന്ന കമാ കാന അസ്സുഹരി യഖൂൽ കാന ഉലമാഉനാ യഖൂലൂൻ അൽ-ഇഅ്തിസാമു ബിസ്സുന്ന ഹുവൻ നജാത്ത്. അഥവാ ദ്ദലാലത്തിലേക്ക് ആളുകൾ ചെന്ന് ചേരാതിരിക്കണമെങ്കിൽ, റസൂലുള്ളാഹി വരച്ച വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിക്കാതിരിക്കണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ കിതാബും പ്രവാചകന്റെ സുന്നത്തും മുറുകെ പിടിക്കണം. അത് പിടിച്ചിട്ടില്ല എങ്കിൽ ദ്വലാലത്തിൽ അവൻ അകപ്പെടും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കലാണ് നജാത്തിൻ്റെ മാർഗം, അതാണ് ശരിയായ റൂട്ട് എന്ന് പണ്ഡിതന്മാർ, രക്ഷയുടെ മാർഗമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ,
നമ്മുടെ ദീനിൽ പുതുതായി ഉണ്ടാകുന്നതിനെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ബിദ്അത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. ഇനി അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സുന്നത്ത് അനുസരിച്ച് നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമാണ് ഈ ഇസ്ലാമിക ദീന് പൂർണ്ണമായി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രവാചകന്റെ സുന്നത്തിനോട് വിമുഖത കാണിക്കുന്നവൻ ഇസ്ലാം ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന പ്രവർത്തനമായിരിക്കും. അവൻ്റെ ഇബാദത്തിലാകട്ടെ, അവൻ്റെ മുആമലാത്തുകളാകട്ടെ, അവൻ്റെ സ്വഭാവങ്ങളാകട്ടെ, പെരുമാറ്റങ്ങളാകട്ടെ, അത് പൂർണ്ണമായി ദീനിൻ്റെ മാർഗങ്ങൾ സ്വീകരിക്കണമെങ്കിൽ പ്രവാചകന്റെ സുന്നത്ത് കൂടിയേ തീരൂ. കാരണം പ്രവാചകന്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് ഖുർആനാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, കാന ഖുലുഖുഹു അൽ ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഖുർആനാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ജീവിതത്തിലെ 23 വർഷക്കാലം പ്രവാചകൻ അനുഷ്ഠിച്ചതും പ്രവാചകൻ പറഞ്ഞതും പ്രവാചകൻ ചെയ്തതും പ്രവാചകൻ അംഗീകാരം നൽകിയതുമെല്ലാം പരിശുദ്ധ ഖുർആനിൻ്റെ തണലിലൂടെയാണ്, പരിശുദ്ധ ഖുർആനിൻ്റെ വിശദീകരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ സുന്നത്ത് അത് ഖുർആനാണ്, അത് ദീനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വഅൻസൽനാ ഇലൈക അദ്ദിക്ര ലിതുബയ്യിന ലിന്നാസ്, പരിശുദ്ധ ഖുർആൻ നാം നിങ്ങളിലേക്ക്, താങ്കളിലേക്ക് അവതരിപ്പിച്ചത് ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, ആ അവതരിപ്പിക്കപ്പെട്ടത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാനാണ്. അപ്പോൾ ഖുർആനിൻ്റെ വിശദീകരണമാണ് പ്രവാചകന്റെ സുന്നത്ത്. ആ സുന്നത്തില്ലാതെ ദീന് പൂർത്തീകരിക്കാൻ സാധ്യമല്ല. ഖുർആന് മാത്രം മതി. ഖുർആനിൽ പറഞ്ഞോ ഞാൻ അംഗീകരിക്കാം, സുന്നത്ത് എനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞ് സുന്നത്തിനെ അവഗണിക്കുന്ന ആളുകൾ സമൂഹത്തിൽ കാണാം. അവർ പറയുന്നത് ദീന് തന്നെ അവർക്ക് വേണ്ട എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ സ്വീകരിക്കണമെങ്കിൽ, പരിശുദ്ധ ഖുർആനിൻ്റെ ആശയം നമ്മൾ പൂർണ്ണമായി ഉൾക്കൊള്ളണമെങ്കിൽ അത് പ്രവാചകന്റെ സുന്നത്ത് കൂടിയേ തീരൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തില്ലാതെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിലനിൽക്കുകയില്ല എന്ന് ഒരുപാട് ആയത്തുകളിലും ഹദീസുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളൂഉമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നിടത്ത് പ്രവാചകൻ പറഞ്ഞു, തവദ്ദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഹാദാ വുളൂഇ വുളൂഉൽ അംബിയാഇ മിൻ ഖബ്ലി, വുളൂ ചെയ്തിട്ട് നബി പറയാണ്, ഇതാണ് എൻ്റെ വുളൂ, മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെയും വുളൂ ഇങ്ങനെ തന്നെയാണ്. വമൻ സാദ ഔ അൻഖസ ഫഖദ് അസാഅ വളലം, ആരാണോ ഇതിനേക്കാൾ കൂട്ടുന്നത്, ആരാണോ ഇതിൽ നിന്ന് എന്തെങ്കിലും കുറക്കുന്നത്, അവൻ അക്രമം ചെയ്തു, അവൻ തെറ്റ് ചെയ്തിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിച്ചോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കണമെന്ന് നബിയുടെ ഹദീസിൽ നമുക്ക് കാണാം. നബിയെ പറ്റി തന്നെ റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, എല്ലാ നല്ല സ്വഭാവങ്ങളുടെയും പൂർത്തീകരണത്തിനാണ് എന്നെ നിയോഗിക്കപ്പെട്ടത് എന്ന്. ഈ ഹദീസുകളൊക്കെ കൂട്ടിവെക്കുമ്പോൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിൻ്റെ ആദർശം എന്ന് പറഞ്ഞാൽ അത് ഖുർആനും സുന്നത്തും കൂടെയാണ്. പരിശുദ്ധ പ്രവാചകന്റെ സുന്നത്തില്ലാതെ ഇസ്ലാം ദീന് നിലനിൽക്കുകയില്ല എന്ന് ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ, പ്രവാചകന്റെ സുന്നത്തിലേക്ക് മടങ്ങാൻ, അതിനെ സ്നേഹിക്കാനും അതിനെ പ്രചരിപ്പിക്കാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അത് ദുനിയാവിൽ തന്നെ അള്ളാഹുവിൻ്റെ ഇസ്സത്ത് നമുക്ക് നേടിത്തരുന്നതാണ്. സുന്നത്തിൽ നിന്ന് നമ്മൾ അകലുന്നതിനനുസരിച്ച് ദുനിയാവിൽ നമുക്ക് നിന്ദതയാണ് ഉണ്ടാവുക. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ ഹദീസിൽ കാണാം, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന ഒരു സമൂഹം, അവർ ആളുകൾക്കിടയിൽ നിന്ദ്യരായിരിക്കും, ജനങ്ങളെല്ലാം അവർക്കെതിരെ തിരിയും, ജനങ്ങളാൽ ആക്രമിക്കപ്പെടുന്നവരായിരിക്കും അവർ. എന്താണതിൻ്റെ കാരണം? അവർ എണ്ണത്തിൽ കുറവായതുകൊണ്ടല്ല, നേരെ മറിച്ച് ഇദാ തബായഅതും ബിൽ ഐന വഅഖദ്തും അദ്നാബൽ ബഖറ വറദീതും ബിസ്സർഇ തറക്തുമുൽ ജിഹാദ സല്ലല്ലാഹു അലൈക്കും ദുല്ലൻ ലാ യൻസഉഹു ഹത്താ തർജിഉ ഇലാ ദീനിക്കും വൽ ഔദു ഇല സുന്ന ഔദു ഇല ദീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, നിങ്ങൾ ദുനിയാവിൻ്റെ പിന്നാലെ പോയാൽ, ദീന് അനുസരിച്ച് ജീവിക്കാതെ ദുനിയാവിൻ്റെ പിന്നാലെ, കച്ചവടത്തിൻ്റെ പിന്നാലെ, അതുപോലെ തന്നെ കൃഷിയുടെ പിന്നാലെയൊക്കെ പോയി ജിഹാദ് ഒഴിവാക്കി, ദീനിനെ ഒഴിവാക്കി നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ സല്ലല്ലാഹു അലൈക്കും ദുല്ലൻ, നിന്യതയാണ് അല്ലാഹു തആല നിങ്ങളുടെ മേലടിച്ചേൽപ്പിക്കുക. എന്നിട്ട് നബി പറയാണ്, ആ നിന്യത നിങ്ങളിൽ നിന്ന് നീങ്ങണമെങ്കിൽ ഹത്താ തർജിഉ ഇലാ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിലേക്ക് മടങ്ങാൻ തയ്യാറുണ്ടോ? അപ്പോൾ മാത്രമേ മുസ്ലിങ്ങൾക്ക് ഇസ്സത്ത് ഉണ്ടാകുള്ളൂ.
അള്ളാഹിൻ്റെ ദീനിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ജീവിത ക്രമത്തിലേക്ക് മടങ്ങുക, സുന്നത്തിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രവാചകൻ്റെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടതാണ്. പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആ സുന്നത്തിനോടുള്ള സ്നേഹമാണ്. നമ്മൾ നമ്മുടെ ഇച്ഛകളേക്കാൾ, നമ്മുടെ ഇഷ്ടങ്ങളേക്കാൾ പ്രാധാന്യം നൽകേണ്ടത് പ്രവാചകൻ്റെ ഇഷ്ടങ്ങൾക്കും പ്രവാചകൻ്റെ താല്പര്യങ്ങൾക്കും പ്രവാചകൻ്റെ സുന്നത്തുകൾക്കുമായിരിക്കണം. അപ്പോഴാണ് ഈ പറഞ്ഞ ഫضലുകളൊക്കെ നമുക്ക് ലഭിക്കുള്ളൂ. ഞാൻ നബിനെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ നബിയുടെ സുന്നത്തനുസരിച്ച് ജീവിക്കുന്നവനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല. നമ്മുടെ ഇഷ്ടങ്ങളുണ്ടാകും, നമ്മുടെ താല്പര്യങ്ങളുണ്ടാകും, നമ്മുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അതിനെയെല്ലാം മറികടന്ന് പ്രവാചകൻ്റെ ഇഷ്ടങ്ങളും പ്രവാചകൻ്റെ സുന്നത്തുകളും പ്രവാചകൻ്റെ താല്പര്യങ്ങളും നമുക്ക് എന്ന് വലുതാകുന്നുവോ അന്നാണ് നമ്മളിൽ പ്രവാചക സ്നേഹം പൂർണ്ണമാകുന്നത്, പ്രവാചകൻ്റെ സുന്നത്തിനെ നമ്മൾ സ്നേഹിക്കുന്നത്. അങ്ങനെ പ്രവാചകൻ്റെ സുന്നത്തിനെ സ്നേഹിക്കുന്നവർക്ക് പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ, ഈ ദീനനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ, സ്വർഗപ്രവേശനം സാധ്യമാവുകയുള്ളൂ. അല്ലാത്തവർ പല വ്യത്യസ്ത കക്ഷികളായി അല്ലെങ്കിൽ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് നരകത്തിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് പ്രവാചകൻ്റെ സുന്നത്തനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഫضൽ അല്ലെങ്കിൽ അതിൻ്റെ സമറത്ത് എന്ന് പറഞ്ഞാൽ അത് സ്വർഗപ്രവേശനമാണ്, നരകമോചനമാണ്. അതിനുള്ള ഏക വഴി അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ്റെ സുന്നത്തും മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് ബിദ്അത്ത് എന്താണെന്നും ബിദ്അത്തിൻ്റെ ഗൗരവവും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായി നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ആചാരവും അനാചാരവും, എന്തൊക്കെയാണ് ഓരോ കർമ്മങ്ങളിലുള്ള ആചാരങ്ങൾ, ഓരോ മേഖലയിലുള്ള സുന്നത്ത് എന്താണ്, അതിലെ ബിദ്അത്തുകൾ എന്താണ് എന്നതൊക്കെ വഴിയെ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സുന്നത്തിനെ പഠിക്കാനും അത് ജനങ്ങളിൽ പ്രചരിപ്പിക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.